നമസ്കാരം. കേരളത്തിലെ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാണെന്നും 18 അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നുമാണ് CAGയുടെ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. 77 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,000 കോടിയിലേറെ രൂപയാണെന്ന CAGയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് എന്ന് പറയാതെയും വയ്യ. 44 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അവയുടെ മൂലധനത്തേക്കാൾ ഇരട്ടിയാണ് നഷ്ടം. ഇവയിൽ 9 എണ്ണത്തിന്റെ കടം 4 ഇരട്ടി കൂടിയാണ്. ആസ്തികൾ വിറ്റഴിച്ചാൽ പോലും കടം തീർക്കാനാവില്ല എന്നർത്ഥം. 35 സ്ഥാപനങ്ങൾക്ക് പലിശ നൽകാനുള്ള വരുമാനം പോലും കണ്ടെത്താനും കഴിയുന്നില്ല. ആകെയുള്ള 149 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തനമുള്ള 131 എണ്ണത്തിൽ ഓഡിറ്റ് നടത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതു മുന്നണി സർക്കാരിന്റെ നയവൈകല്യം തന്നെയാണ് പകുതിയോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവാൻ കാരണമെന്നുകൂടി CAG കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്ക് നൽകാനുള്ളതെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി P രാജീവും ആവർത്തിക്കാറുള്ള അവകാശവാദം കൂടിയാണ്. എന്നാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രചാരണ തന്ത്രമാണെന്ന് കൂടി CAG റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവാൻ കാരണം സർക്കാരിന്റെ ബിസിനസ് മോഡലാണെന്നും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഓഹരി വിൽക്കുകയോ അത് അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്നുകൂടി CAGയുടെ നിർദ്ദേശമുണ്ട്. ഇതിന് തൃപ്തികരമായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം വ്യവസായ മന്ത്രിക്കുണ്ട്. സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷം തികച്ചും പ്രതികൂലമാണെന്നും ഇത് മാറ്റിയെടുക്കാൻ ഭരണം ലഭിച്ചിട്ടും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്കുകൾ വ്യക്തമാക്കുന്നത്. KSRTCയുടെ കണക്കുകൾ 2016 ശേഷം നൽകിയിട്ടുമില്ല. അന്ന് തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നഷ്ടം 1000 കോടി കടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും പിണറായി സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ്. വാസ്തവത്തിൽ ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനും ലാഭകരമാക്കാനും സർക്കാർ സത്യത്തിൽ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളും ആധുനിക വ്യവസായങ്ങളും തകർക്കുന്നതിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM-നും അവർ നേതൃത്വം നൽകിയ ഭരണത്തിനുമൊക്കെ വലിയ പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. ചെറുതും വലുതുമായ നിരവധി വ്യവസായ സംരംഭങ്ങളാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ലേബർ മിലിറ്റൻസി മൂലം അടച്ചുപൂട്ടിയത്. വ്യവസായ സംരംഭകരെ മുഴുവൻ കുത്തക മുതലാളിമാരും വർഗശത്രുക്കളുമായി മുദ്രകുത്തി അടിച്ചോടിക്കുന്ന നയം കൂടിയാണ് CPM-ൻ്റെത്. ഈ നയം മൂലമാണ് അടുത്ത കാലത്ത് പോലും സംരംഭകർ ആത്മഹത്യ ചെയ്യാൻ ഇടയായതും. ചിലർ നിരാശരായി സംസ്ഥാനം വിട്ടു. വ്യവസായ സംരംഭങ്ങൾ അടച്ചുപൂട്ടുന്നത് തങ്ങളുടെ കരുത്തായി കാണുന്ന ഇടതു പാർട്ടികൾ ആ നയം ഇപ്പോഴും തുടർന്നു പോരുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ ഊറ്റം കൊള്ളുന്നവരാണല്ലോ ഈ ഇടതു പാർട്ടികൾ അത്രയും. അവർ നയിക്കുന്ന തൊഴിലാളി യൂണിയനുകളും അങ്ങനെ തന്നെ. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞ സമരം ചെയ്യാനുള്ള ഒരു അവസരവും ഈ പാർട്ടികൾ പാഴാക്കാറില്ല. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാൻ ശ്രമിച്ചപ്പോൾ ഓഹരി വിറ്റഴിക്കുകയാണ് എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കി കളഞ്ഞു ഈ കൂട്ടർ. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇക്കൂട്ടർ ഈ ആക്ഷേപം ഇടയ്ക്കിടെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരനുഷ്ഠാനം പോലെയാണ് ഇവർ ഈ കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം എന്നത് ഒരു തരിമ്പ് പോലും അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഇപ്രകാരം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രക്ഷകരായി നടിക്കുന്നവരാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള CAGയുടെ കണ്ടെത്തലുകൾക്കെതിരെ CPM-ഉം ഇടതുമുന്നണി സർക്കാരും ഉടൻ തന്നെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ CAG രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്നതാകും ഇക്കൂട്ടരുടെ ആക്ഷേപം. CAG ഹാജരാക്കിയിട്ടുള്ള കണക്കുകൾ കണ്ടില്ലെന്ന് നടിക്കും. വ്യവസായ സംരംഭങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച്
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുമല്ല ഇടതു ഭരണത്തിന് താല്പര്യമെന്ന് വ്യക്തം. യൂണിയൻ നേതാക്കളുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാനും പാർട്ടിക്ക് അഴിമതി നടത്താനുമുള്ളതാണ് വ്യവസായ സംരംഭങ്ങൾ എന്നതാണ് CPM-ന്റെ എല്ലാ കാലത്തെയും നയം. കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന ഈ നയം മാറ്റിയെഴുതേണ്ടതാണ്. അതിനെതിരെ സംഘടിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. നന്ദി.